ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ആനന്ദിൻ്റെ കൂടെ ടെറസിൽ പോയിരുന്ന് സംസാരിക്കുകയാണ് നമ്മുടെ ധർമ്മനും ആര്യനും ആകാശവും ഒക്കെ. ആനന്ദിൻ്റെ സങ്കടമൊക്കെ മാറ്റി ഒന്ന് സന്തോഷവാനാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആനന്ദിനൊപ്പം അവരും ചേരുന്നത്. അപ്പം നമ്മുടെ ധർമ്മം പറയും, എടാ മക്കളെ, ഞാനാണ് നിങ്ങൾക്ക് ബിയർ വാങ്ങി തന്നെന്ന കാര്യം ഒരിക്കലും അളയനോട് പറയരുത് കേട്ടോ എന്ന് പറയാം. നിങ്ങളുടെ മാമെന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തമുള്ള സ്ഥാനമല്ലേ, എന്നിട്ട് ഞാൻ തന്നെ അങ്ങനെയൊക്കെ ചെയ്തെന്നറിഞ്ഞാൽ അളിയൻ എന്നോട് ക്ഷമിക്കില്ല എന്ന് പറയാം. എൻ്റെ മാമ, അതൊക്കെ അച്ഛനറിയാം. അതുമാത്രമല്ല, ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം ഞങ്ങളെ ഊറ്റി സ്ഥിരം ബീർ കുടിച്ചോണ്ടിരുന്ന മനുഷ്യനല്ലടോ താൻ എന്ന് അപ്പോൾ ആകാശ് ചോദിക്കുക. അതൊക്കെ ഒരു രസം എന്ന് അപ്പം നമ്മുടെ ധർമ്മനും പറയണേ കേട്ടോ. ധർമ്മം പറയും, ഹോ എന്ത് രസമായിരുന്നല്ലേ, എന്നും വൈകുന്നേരം നമ്മളെല്ലാവരും കൂടി ഇവിടെ കൂടിയിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ആ കാലമൊക്കെ പോയല്ലോ എന്ന് പറയാം. അത് കേൾക്കുമ്പം ആനന്ദും ആര്യനും ആകാശവും ഒക്കെ ആ പഴയ ഓർമ്മകളിലേക്ക് പോവാണ്. എടാ ആനന്ദേ, നിനക്കിന്ന് ഇവിടെ വരാൻ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളോട് ഒരു വാക്ക് പറയത്തില്ലായിരുന്നോ? നമുക്ക് ചെറിയ പൊറോട്ടയും ചിക്കനും ഒക്കെ മേടിച്ച് ഒരു ബിയറൊക്കെ പൊട്ടിച്ച് ഇവിടെ നിന്ന് ചില്ലാക്കായിരുന്നല്ലോ എന്ന് ധർമ്മം പറയണം. എൻ്റെ മാമ, ഞാനങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ച് വന്നതൊന്നുമല്ല. എനിക്ക് റൂമിൽ കിടന്നിട്ട് ഒരു സമാധാനവും തോന്നിയില്ല, അതുകൊണ്ട് ഇവിടെ വന്നൊന്ന് കിടന്നതാ എന്ന് ആനന്ദ് അപ്പോൾ അതിന് മറുപടി പറയണം കേട്ടോ. ആനന്ദിൻ്റെ ആ മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവരും കൂടി സംസാരിച്ചിരുന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിന് ഇപ്പോഴത്തെ കാര്യമല്ല ആനന്ദേട്ടാ പറഞ്ഞത്. ഇനി ആനന്ദേട്ടനെ ഇവിടെ വന്നിരിക്കാൻ തോന്നുമ്പോൾ ഞങ്ങളോട് കൂടി പറയണമെന്ന്. നമുക്ക് ബെറോട്ടയും ചിക്കനും ഒക്കെ മേടിച്ച് ബിയറൊക്കെ അടിച്ച് ചില്ലാക്കാം എന്ന് ആരും പറയാം. അപ്പം ആകാശം പറയും, അതെ അങ്ങനെ തന്നെ, ഇനി ഇങ്ങോട്ട് വരുമ്പം ഞങ്ങളോട് ഉറപ്പായിട്ടും പറയണം എന്ന് പറയാം. അപ്പം ധർമ്മം ചോദിക്കും, എടാ മക്കളെ, നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് നമ്മളിങ്ങനെ വന്നിരുന്ന ബെറോട്ടയും ചിക്കനൊക്കെ കഴിച്ചിട്ട് ചിക്കൻ്റെ എല്ല് കൃഷ്ണമംഗലത്തേക്ക് എറിഞ്ഞത് എന്ന് ചോദിക്കുക. ഹോ, മറക്കാൻ പറ്റുമോ അന്നുണ്ടായ പുകില് എന്നും പറഞ്ഞ് ആരും ചിരിക്കുക. അപ്പം ധർമ്മം പറയും, അന്ന് ആ പ്രശ്നത്തിന് മുഴുവൻ കാരണക്കാരൻ ഈ ഇരിക്കുന്ന ആനന്ദ് ഒരുത്തനാ. ഇവനാ ആ എല്ലും കഷ്ണം എടുത്ത് കൃഷ്ണമംഗലത്തേക്ക് എറിഞ്ഞത്. എന്നിട്ട് പ്രശ്നമായി അളിയും വന്ന് ചോദിച്ചപ്പം ഇവൻ എൻ്റെ തലയിൽ കൊണ്ട് കുറ്റമിട്ടു എന്ന് പറയാ. ഏയ് അങ്ങനെയൊന്നും ഇല്ല എന്ന് ആനന്ദ് പറയാ. അങ്ങനെയൊന്നും ഇല്ല പോലും, മാമൻ പുറമ്പോക്കാണല്ലോ. മാമൻ്റെ നെഞ്ചത്ത് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാലോ. ധർമ്മൻ്റെ ജീവിതം ഇങ്ങനെ കിടക്കല്ലേ തോൽക്കാൻ എന്ന് നമ്മുടെ മമ്മൂട്ടി സ്റ്റൈലിൽ ധർമ്മൻ അങ്ങോട്ട് പറയണം കേട്ടോ. അങ്ങനെ എല്ലാവരും ചിരിച്ച് സംസാരിച്ചും വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുക. പഴയ ഓർമ്മകളിലേക്ക് പോകുന്ന ആനന്ദനും വളരെ സന്തോഷം തോന്നുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ബാലൻ പുറത്തേക്കൊക്കെ വരുമ്പോഴാണ് ദേവി പുറത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്ന കാണുന്നത്. ദേവി എന്താ ഈ നോക്കുന്നേ എന്ന് ബാലനപ്പം ചിന്തിക്കുകയാണ്. അപ്പം ദേവിയുടെ അടുത്തേക്ക് ചെല്ലുക. എന്താ മോളെ, മോൾ എന്താ ഇവിടെ നിൽക്കുന്നേ എന്ന് ചോദിക്കാം. എന്താ കാര്യം? ഒന്നുമില്ല ബാലച്ച, ഞാനിങ്ങനെ ചുമ്മാ ഇവിടെ ഇങ്ങനെ നിന്നതാ. അങ്ങനെയല്ല, എന്തോ കാര്യമുണ്ട്. ആനന്ദ് എവിടെ എന്ന് ബാലൻ ചോദിക്കുക. അത് ആനന്ദേട്ടൻ എന്നും പറഞ്ഞ് ദേവി ആകെ ടെൻഷനാവുകയാണ് കേട്ടോ. അവൻ വീണ്ടും എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയോ മോളെ? ഇല്ല ബാലച്ച, എങ്ങോട്ടും പോയിട്ടൊന്നുമില്ല എന്ന് ദേവി പറയാ. പിന്നെ അവൻ എവിടെ എന്ന് ബാലൻ വീണ്ടും ചോദിക്കുകയാണ്. അതേസമയം അവർ തമ്മിലുള്ള സംസാരമെല്ലാം നമ്മുടെ ബാലനും കേൾക്കാം. എടാ ആര്യ, മിണ്ടാതിരിക്കടാ എന്നൊക്കെ ധർമ്മം പറയുന്നത് കേൾക്കുകയാണ്. മോള് സമാധാനപ്പെട്, ഞാൻ അവരെ അങ്ങോട്ട് അയക്കാം എന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ദേവി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണേ. നമ്മുടെ ബാലൻ അവരുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുക. ബാലച്ച എന്ന് പറഞ്ഞ് ദേവി പിന്നാലെ ചെല്ലുക. ബാലച്ചൻ അങ്ങോട്ട് പോകണമെന്നില്ല, ആനന്ദേട്ടനെ വിളിക്കാനായിട്ട് ആര്യനും ആകാശവും ഒക്കെ അങ്ങോട്ട് കയറി പോയിട്ടുണ്ട് എന്ന് ദേവി പറയാണ്. അവർ വിളിച്ചുകൊണ്ട് വന്നോലും. അപ്പം ബാലനൊന്നും മിണ്ടാതെ കയറി പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും ദേവി പിന്നിൽ നിന്ന് വിളിക്കും. ബാലച്ച, ആനന്ദേട്ടനെ വഴക്കൊന്നും പറയല്ലോ എന്ന് ദേവി പറയണം കേട്ടോ. അപ്പം അത് കേൾക്കുമ്പോൾ ബാലൻ ദേവിയോട് ഒന്നും തന്നെ മിണ്ടുന്നില്ല. എന്നിട്ട് അവരുടെ അടുത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പം ബാലൻ കയറി ചെല്ലുമ്പോഴേക്കും അവിടെ കിടന്ന് എല്ലാവരും ഉറങ്ങിപ്പോവാണ് കേട്ടോ. അപ്പോൾ ഉറക്കപ്പിച്ചയിൽ അതും ഇതുമൊക്കെ പറയണം. ആനന്ദ് പറയാ, ദേ മാമ, നമ്മൾ ബിയർ അടിച്ച കാര്യം അച്ഛനോട് പറയരുത് കേട്ടോ. ഇന്ന് ഓണമാണെന്നുള്ള കാര്യമൊക്കെ അച്ഛനങ്ങ് മറന്നു പോകും. ഇല്ലടാ, ഞാൻ അളിയനോട് പറയില്ല. ഈ ധർമ്മന് ജീവന് കൊതിയുണ്ടടാ എന്ന് ഉറക്കപ്പിച്ചയിൽ തന്നെയാണ് കേട്ടോ ധർമ്മം മറുപടി കൊടുക്കുന്നത്. അപ്പോൾ ആകാശം പറയും, ഇല്ലേട്ടാ, ഞാൻ പറയില്ല. ഞാൻ തല പോയാലും അച്ഛനോട് ഈ കാര്യം പറഞ്ഞു കൊടുക്കില്ല. ഇത് കണ്ടോ ഏട്ടാ, ഒരുത്തൻ കിടന്ന് ഉറങ്ങുന്ന നമ്മുടെ ഇടയിൽ നമ്മുടെ അനിയൻ കിടന്ന് ഉറങ്ങടാ ആരും കുട്ട എന്നും പറഞ്ഞ് തലയിൽ പതിയെ കോതി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നതും ഉറക്കപ്പിച്ച് പറയുന്നതും ഒക്കെ നമ്മുടെ ബാലൻ കേട്ടുകൊണ്ട് നിൽക്കുക. ബാലന് സമാധാനമാണ് കേട്ടോ ആകുന്നത്. തൻ്റെ മക്കളുടെ ഉള്ളിലെ അഗ്നിയൊക്കെ ഒന്ന് അണഞ്ഞ് സമാധാനത്തോടെ അവർ ഉറങ്ങുന്നത് കാണുമ്പോൾ ബാലന് സന്തോഷം തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അവരെ എഴുന്നേൽപ്പിക്കുന്നില്ല. ഇതേസമയം നമ്മുടെ ദേവി ആകെ ടെൻഷൻ അടിച്ച് പുറത്ത് നിൽക്കുക. ബാലച്ചൻ ആനന്ദേട്ടനോട് മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ഒന്നും പറയാതിരുന്നാൽ മതിയായിരുന്നു. ആകെ മനസ്സ് തകർന്ന അവസ്ഥയിൽ ആനന്ദേട്ടൻ, എൻ്റെ കണ്ണ, ബാലച്ചന് ഒന്നും അവരോട് പറയാൻ തോന്നരുതേ എന്നൊക്കെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ പാവം ദേവി കേട്ടോ.
ബാലൻ അങ്ങോട്ട് വരുന്ന കാണുന്ന ദേവി ചോദിക്കും, ബാലച്ച ആനന്ദേട്ടനെ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ ബാലൻ പറയും, കണ്ടു മോളെ, എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് അവൻ്റെ മുഖത്ത് ഞാൻ ഇന്നൊരു ആശ്വാസം കണ്ടത് എന്ന് പറയാം. ധർമ്മനും അനിയന്മാരും ഒക്കെ അവനെ ആശ്വസിച്ചുകൊണ്ട് അവൻ്റെ ചുറ്റിനുമുണ്ട് എന്ന് പറയണം കേട്ടോ. അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. പണ്ടൊക്കെ ദുഃഖം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഒക്കെ അവരങ്ങനെയാണ്, ഒറ്റക്കെട്ടായി ഒരുമിച്ച് ആ ദുഃഖവും സന്തോഷവും എല്ലാം അവർ പരസ്പരം എല്ലാം പങ്കിടും. അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കും, ആശ്വസിപ്പിക്കും. അങ്ങനെയാണ് ഒരാൾക്ക് ഒരു ദുഃഖം വരുന്നത് മറ്റൊരാൾക്ക് സഹിക്കില്ലായിരുന്നു. ഇന്നും ഞാൻ ആ പഴയ അവരെ കണ്ടു. അവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരാനാ ഞാൻ പോയതെങ്കിലും അവൻ്റെ മുഖത്തെ ആശ്വാസം കണ്ടപ്പം എനിക്ക് വിളിക്കണ്ടെന്ന് തോന്നി മോളെ എന്ന് പറയണ. സമാധാനത്തോടെ അവൻ അവിടെ കിടക്കട്ടെ എന്ന് ഞാനും കരുതി എന്ന് ബാലൻ ദേവിയോട് പറയാം. അവൻ ആ കുഞ്ഞിനെ ആറ്റുനോറ്റ് കാത്തിരുന്നതാ. അതിനെ നഷ്ടപ്പെട്ടപ്പം അതവന് താങ്ങാൻ സാധിക്കുന്നില്ല. കുഞ്ഞുടുപ്പുകളും തൊട്ടിലുകളും ഒക്കെ അവൻ ആ കുഞ്ഞിനു വേണ്ടി പലതും ഒരുക്കി വെച്ചു. പെട്ടെന്ന് ആ കുഞ്ഞില്ല എന്നുള്ള സത്യം ഉൾക്കൊള്ളാൻ അവന് സാധിക്കുന്നില്ല മോളെ. അതാ ഇതൊക്കെ. ദിയ സന്തോഷങ്ങളെല്ലാം തച്ചുടച്ചു. പക്ഷേ എനിക്കിപ്പോൾ പ്രതീക്ഷ തോന്നുന്നുണ്ട് മോളെ. അവൻ ആ പഴയ ആനന്ദിലേക്കുള്ള മടക്കം ഞാൻ ഇന്ന് അവനെ കണ്ടു. അവൻ ഉടനെ തന്നെ നമ്മുടെ പഴയ ആനന്ദായിട്ട് തിരിച്ചു വരും. മോള് ക്ഷമയോടെ കാത്തിരിക്കണം. അവൻ്റെ കലങ്ങി മറിഞ്ഞ മനസ്സൊക്കെ പതിയെ ശാന്തമായി വരുന്നുണ്ട്. ഭാഗ്യത്തിന് മോളും അവനും തമ്മിൽ ആ കുഞ്ഞിൻ്റെ പേര് വഴക്കൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദേവി പറയും, ഏയ് ഞങ്ങൾ തമ്മിൽ ഒരു കുഴപ്പമില്ല ബാലച്ച എന്ന് ദേവി മറുപടി പറയാം. ആനന്ദേട്ടനും ഞാനും തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടാകാനാ? ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. ആനന്ദേട്ടൻ എന്നോട് വളരെ സ്നേഹമാണ് എന്ന് ദേവി ഇടറിക്കൊണ്ട് പറയണം കേട്ടോ. എന്നെ വിഷമിപ്പിക്കുന്ന ഒരു വാക്കുപോലും ആനന്ദേട്ടൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് ദേവി പറയണം ബാലനോട്. ഇനി പറയുകയുമില്ല. ഞാൻ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോഴേ ആനന്ദേട്ടൻ എപ്പോഴും എന്നെ സമാധാനിപ്പിക്കാറാ പതിവ് എന്ന് ദേവി ബാലനോട് കള്ളം പറയാം. ബാലനെങ്കിലും സമാധാനത്തോടെ ഇരുന്നോട്ടെ എന്ന് കരുതി. ചിലപ്പം എൻ്റെ സങ്കടം കാണാതിരിക്കാൻ വേണ്ടിയായിരിക്കും ആനന്ദേട്ടൻ ടെറസിലേക്ക് പോയതേ. അല്ലാതെ എന്നെ തനിച്ചാക്കി ആനന്ദേട്ടൻ പോകില്ല. ഇപ്പം സമാധാനമായി. ആനന്ദേട്ടൻ്റെ ഒപ്പം എല്ലാവരും ഉണ്ടല്ലോ. എൻ്റെ ആനന്ദേട്ടൻ കുറച്ചു നേരമെങ്കിലും സങ്കടങ്ങളൊക്കെ മറന്ന് സമാധാനത്തോടെ ഇരിക്കുമല്ലോ, അവരോടൊപ്പം ഇരുന്നല്ലോ എന്ന് ദേവി ബാലനോട് പറയണേ. എനിക്കതും മതി ബാലച്ച, എൻ്റെ ആനന്ദേട്ടൻ സന്തോഷത്തോടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ദേവി അവളുടെ റൂമിലേക്ക് കയറി പോവുകയാണേ. ബാലൻ്റെ റൂമിലേക്കും വരും. റൂമിൽ വന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ബാലനെ കാണുമ്പോൾ ഗോമതി അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കും, എന്താ ബാലേട്ട, ഇനി എന്താ ഈ ചിന്തിച്ച് കൂട്ടുന്നത് എന്ന് ചോദിക്കുകയാണ്. ബാലേട്ട, ഞാൻ വിളിക്കുന്നൊന്നും കേൾക്കുന്നില്ലേ എന്ന് വീണ്ടും ചോദിക്കുക. കടമകളൊക്കെ എത്രയും വേഗം ചെയ്തു തീർക്കണമെന്നൊരു തോന്നൽ. ബാലേട്ടൻ എന്താ ഉദ്ദേശിച്ചേ എന്ന് അപ്പോൾ ഗോമതി ചോദിക്കുകയാണ്. അനുവിൻ്റെ കല്യാണക്കാരൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയാണ്. അതെന്താ ബാലേട്ട പെട്ടെന്നൊരു തീരുമാനം? അതിനി വെച്ച് താമസിപ്പിക്കാൻ പാടില്ല ഗോമതി, എത്രയും വേഗം അത് നടത്തണം. അനു സമ്മതിക്കുമോ എന്ന് അപ്പോൾ ഗോമതി ചോദിക്കുകയാണ്. അപ്പം ബാലൻ തുറച്ചു നോക്കുക ഗോമതിയെ. അല്ല, ഞാൻ അവളെ കൊണ്ട് എങ്ങനെയല്ലേ സമ്മതിപ്പിച്ചോളാം ബാലേട്ടാ, ബാലേട്ടൻ പേടിക്കണ്ട. അവൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അവളുടെ കല്യാണം ഞാൻ നടത്തും. ഇനിയും അവളെ ഇവിടെ നിർത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ബാലൻ തീർത്തു പറയാണ് കേട്ടോ. അപ്പോൾ ഗോമതി എന്തു പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കാം. എന്നിട്ട് ബാലൻ്റെ അടുത്ത് പോയി ഗോമതി ഇരിക്കുകയാണ്. അനുവിൻ്റെ കല്യാണം എത്രയും വേഗം നടത്തണം, അതൊക്കെ നല്ലൊരു തീരുമാനമാണ്. പക്ഷേ എന്താ തനിക്കൊരു പക്ഷേ എന്ന് ചോദിക്കാം. കല്യാണക്കാര്യത്തിൽ അവളുടെ അഭിപ്രായം കൂടി ചോദിക്കണ്ടേ ബാലേട്ടാ, അവളല്ലേ ജീവിക്കണ്ടേ? അല്ല, എങ്ങനെയുള്ളൊരു പയ്യനാണ് അവൾക്ക് ഇഷ്ടമെന്ന് നമുക്കറിയണമല്ലോ. അതനുസരിച്ച് വേണ്ടേ നമ്മൾ കല്യാണാലോചന കൊണ്ടുവരേണ്ടത്? അവളുടെ ജീവിതമല്ലേ. അവളുടെ ജീവിതത്തെക്കുറിച്ച് വല്ല ബോധം അവൾക്കുണ്ടായിരുന്നെങ്കിൽ അവൾ അലോകിനെ പ്രേമിക്കുമായിരുന്നോ എന്ന് അപ്പോൾ ബാലൻ ചോദിക്കും കേട്ടോ. അപ്പോൾ അതിന് മറുപടി ഇല്ലാതെ നമ്മുടെ ഗോമതി ഇരിക്കും. അനുവിൻ്റെ കല്യാണക്കാരിയൊക്കെ പണ്ട് പറയുമ്പം ഞാൻ അതിനൊക്കെ മുടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ മോളൊരു IAS കാരിയാകുമെന്ന് എനിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നില്ലേ നമ്മുടെ അനുമോള്. ആൺമക്കളിലൂടെ എനിക്ക് നേടാൻ കഴിയാതെ പോയ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം എൻ്റെ അനുമോള് എനിക്ക് നേടിത്തരുമെന്ന് ഞാൻ കരുതി എന്ന് ബാലൻ ഗോമതിയോട് പറയാം. എന്നിട്ട് ആ അനുമോള് എന്നെ ചതിച്ചു. അനുവിനെക്കുറിച്ചുള്ള എൻ്റെ എല്ലാ പ്രതീക്ഷകളും നശിച്ചു ഗോമതി. എനിക്കിനി അവളെക്കുറിച്ച് ഒരു പ്രതീക്ഷയില്ല. കൊള്ളാവുന്ന ഏതെങ്കിലും ഒരുത്തിൻ്റെ കയ്യിൽ അവളെ കൈ പിടിച്ചേൽപ്പിക്കണം, അപ്പം അതുമാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ എന്ന് ബാലൻ പറയാണ്. ഇനി എനിക്ക് ആ ഒരു ആഗ്രഹമേ ഉള്ളൂ, അതെങ്കിലും നടത്തിയെടുക്കണം. ഏതായാലും പതുക്കെ നമുക്ക് ആലോചന തുടങ്ങാം എന്ന് ഗോമതിയും ബാലനോട് പറയണം കേട്ടോ. ബാലേട്ടൻ അന്വേഷിച്ച് നോക്കുക, പറ്റിയൊരാളെ കണ്ടെത്താൻ സമയം എടുക്കുമല്ലോ എന്ന് ഗോമതി ബാലനോട് ചോദിക്കാം. പറ്റിയൊരാളെ കണ്ടെത്തണം, അത്യാവശ്യം കൊള്ളാവുന്ന ഒരുത്തനാവണം. കാരണം നമ്മുടെ മോൾ ഒരിക്കലും വേദനിക്കാൻ ഇടവരരുത്, അതുമാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ഇനിയിപ്പം അവളുടെ പഠിത്തമൊക്കെ ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് ബാലൻ ഗോമതിയോട് പറയണം കേട്ടോ.
ഇതേ സമയം നമ്മുടെ ധർമ്മൻ്റെ അടുത്തേക്ക് സുകന്യ ചെല്ലുകയാണ്. രാവിലെ തന്നെ ധർമ്മേട്ടൻ ഇന്നലെ ടെറസിലല്ലേ കിടന്നത്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് കിടക്കും, അതൊന്നും നീ അന്വേഷിക്കാൻ വരണ്ട സുകന്യ എന്ന് ധർമ്മൻ ശബ്ദം ഉയർത്തി സുകന്യയോട് പറയാണ് കേട്ടോ. അപ്പോൾ സുകന്യ ധർമ്മൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അടുത്ത് ചെന്നിരിക്കും. എന്നിട്ട് പറയും, എൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലെന്ന് അറിഞ്ഞിട്ടും ധർമ്മേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, നിന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് ആരാടി പറഞ്ഞേ എന്ന് ധർമ്മൻ അപ്പം ചോദിക്കും കേട്ടോ. അത് കാണുമ്പം സുകന്യൊക്കെ പേടിച്ച് നിൽക്കും. ആലോകവും അനുശ്രീയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയപ്പം നിനക്ക് അത് എന്നോടോ ചേച്ചിയോടോ പറയായിരുന്നു, നീ അത് ചെയ്തോ? അങ്ങനെ നീ ചെയ്തിരുന്നെങ്കിലേ ഇലയ്ക്കും മുളക്കിനും കേടില്ലാതെ ഞങ്ങൾ ഈ പ്രശ്നം അവസാനിപ്പിച്ചേനെ. അതൊന്നും ചെയ്യാതെ ധർമ്മേട്ട, അത് പിന്നെ ആരും അറിയാതെ ഈ പ്രശ്നം ഒതുക്കി തീർക്കാനാ ഞാനും ശ്രമിച്ചത് എന്ന് പറയാണ് കേട്ടോ. അപ്പം ധർമ്മൻ അത് കേട്ടുകൊണ്ട് നിൽക്കാം. അത് എൻ്റെ തെറ്റ ധർമ്മേട്ട, എനിക്കറിയാം. അനുമോളെ സഹായിക്കാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. നീ സഹായിച്ചതിൻ്റെ ഫലവാടി അനുമോൾ ഇപ്പോൾ കിടന്ന് അനുഭവിക്കുന്നേ എന്ന് അപ്പം ധർമ്മം പറയൂ കേട്ടോ. അവളുടെ ഒരു സഹായം, നിന്റെ സഹായത്തെ പറ്റിയൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് എന്നും പറഞ്ഞ് ധർമ്മന് ദേഷ്യം കടിച്ചു പിടിച്ച് അവിടെ നിന്ന് മാറി നിൽക്കുക. എന്നാലും അനുമോളുടെ ഭാവി നശിപ്പിക്കാൻ ഞാൻ കൂട്ടുനിന്നു എന്ന് ധർമ്മേട്ടൻ പറഞ്ഞല്ലോ എന്നും പറഞ്ഞ് സുകന്യ ഭയങ്കരമായിട്ട് അഭിനയിച്ച് തകർക്കുകയാണ് കേട്ടോ. എന്നെ എന്തുമാത്രം തല്ലി അതൊന്നും ഞാൻ മറന്നിട്ടില്ല കേട്ടോ ധർമ്മേട്ട, ഇത്രയ്ക്കൊക്കെ വേദനിപ്പിക്കാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ തെറ്റല്ല എന്ന് അറിഞ്ഞിട്ടും എന്നോടൊരു സോറി പറയാനുള്ള മര്യാദ പോലും ധർമ്മേട്ടൻ കാണിച്ചില്ല. നീ ചെയ്ത ചതിക്ക് നിന്നെ തല്ലുവല്ല കൊല്ലുക വേണ്ടത് എന്ന് ധർമ്മം പറയും. എനിക്ക് ഇച്ചിരി മനസാക്ഷി ഉള്ളതുകൊണ്ട് ഞാനത് ചെയ്തില്ല. നീ ഇപ്പോഴും അതുകൊണ്ട് എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ നിൽക്കുന്നു എന്നും പറഞ്ഞ് ധർമ്മം പുറത്തേക്കിങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ. അത് കാണുന്ന സുകന്യയ്ക്ക് ദേഷ്യവും സങ്കടവും എല്ലാം കൂടി വരികയാണ്. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് സുകന്യ ചിന്തിക്കുക. സമയം നമ്മുടെ ആര്യൻ രാവിലെ തന്നെ ട്രെയിനിങ് സെൻറ്ററിൽ നിന്ന് നമ്മുടെ മിത്രയും കൂട്ടിക്കൊണ്ട് ദേവമംഗലത്തേക്ക് വരിക. അപ്പോൾ വഴി വെച്ച് വിശക്കുന്നുണ്ടോ, നമുക്ക് ഇറങ്ങി വല്ലതും കഴിക്കണോ എന്ന് മിത്രയുടെ ആര്യൻ തിരക്കാണ്. വേണ്ട ആര്യ, എനിക്ക് നേരെ വീട്ടിലേക്ക് ചെന്നാൽ മതി, എല്ലാവരെയും കാണാൻ കൊതിയായി എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി ദേവമംഗലത്തേക്ക് ചെല്ലുമ്പോൾ തന്നെയാണ് നമ്മുടെ ബാലൻ പുറത്തേക്ക് പോകാൻ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട്, ബാലേട്ടൻ ഇതെവിടെ പോകാൻ ഇറങ്ങുന്നത്, കടയിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട്. കുറച്ച് ദിവസത്തേക്ക് ഞാൻ കടയിലേക്ക് പോകുന്നില്ല ഗോമതി, പക്ഷെ ഡീലറെ കാണേണ്ട ഒരു ആവശ്യമുണ്ട്, അത് ഞാൻ തന്നെ ചെന്നാലേ ശരിയാകുള്ളൂ, അയാളെ ഒന്ന് ഞാൻ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ബാലൻ ഇറങ്ങുമ്പോഴാണ് ഇവരിങ്ങോട്ട് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ബാലനെയും ഗോമതിയും നിൽക്കുന്ന കാണുന്ന മിത്ര ചാടി ഇറങ്ങുക. അപ്പച്ചി എന്നും പറഞ്ഞ് ഓടിച്ചെന്ന് നമ്മുടെ ഗോമതിയെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പം മിത്രയെ കാണുന്ന ഗോമതിക്കും ഒരുപാട് സന്തോഷമാവുക. ഗോമതി മോളെ എന്നും പറഞ്ഞ് ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. ട്രെയിനിങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ എന്ന് ചോദിക്കും. നന്നായിരുന്നു അപ്പച്ചി, എല്ലാം ഇച്ചിരി പാടായിരുന്നു, പക്ഷെ ഞാൻ വിട്ടുകൊടുക്കുമോ, എല്ലാത്തിലും എനിക്കാ ഫസ്റ്റ് എന്ന് പറയാണ്. ട്രെയിനിങ് ഒക്കെ ഞാൻ നന്നായിട്ട് ചെയ്തു എന്ന് മിത്ര വളരെ സന്തോഷത്തോടെ പറയാം. ഇതേ സമയം ബാലൻ അവളെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന കാണുന്ന മിത്ര അടുത്തേക്ക് ചെല്ലാണ്. അങ്കിളിന് എന്നോടുള്ള ദേഷ്യം ഇതുവരെ മാറിയില്ലേ, ട്രെയിനിങ് സെൻറ്ററിൽ ഞാൻ പോകുന്ന അങ്കിളിന് താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടാണോ എന്നെ കണ്ടിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അങ്കിളെ എല്ലാത്തിലും എനിക്കാ ഫസ്റ്റ് എന്ന് പറയണം കേട്ടോ. അപ്പം ബാലൻ പെട്ടെന്ന് പറയും, മോള് യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നതല്ലേ, ഒന്നും കഴിച്ചില്ലല്ലോ, അകത്ത് കയറി വല്ലതും കഴിക്കാൻ നോക്ക് എന്നും പറഞ്ഞിട്ട് ബാലൻ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവുക. അപ്പം മിത്രയ്ക്ക് സങ്കടം തോന്നുവേ. അപ്പം അപ്പച്ചിയോട് പറയും, അപ്പച്ചിക്കും സന്തോഷം ആയില്ലല്ലേ ഞാൻ എല്ലാത്തിലും ഫസ്റ്റ് നേടിയെന്ന് പറഞ്ഞിട്ടും. എനിക്കറിയാം അങ്കിളിൻ്റെ താല്പര്യമില്ലാതെ ഞാൻ പോയതുകൊണ്ടല്ലേ അപ്പച്ചിയുടെ മുഖത്ത് സന്തോഷം കാണാത്തത്, മെയ്ഡ് ഫോർ ഈച്ച് അതർ അല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ ഗോമതിയോട്. അപ്പം ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഗോമതി. എന്താ ഇവിടെ ഉള്ളവർക്കൊക്കെ പറ്റിയത്, ആരുടെ മുഖത്ത് ഞാൻ പോകുമ്പോൾ കണ്ട സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുക. ഏയ് അങ്ങനെയൊന്നുമില്ല, മോൾ അകത്തേക്ക് കയറി വാ എന്ന് പറഞ്ഞ് ഗോമതി അവളെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാണ്. അപ്പം മീനു ഓഫീസിൽ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. മീനുവിനെ കാണുന്ന മിത്ര ഓടിച്ചെന്ന് മീനുവിനെ കെട്ടിപ്പിടിക്കുക, എന്നിട്ടൊരു ഉമ്മ കൊടുക്കും. ഇതെന്തിനാണെന്ന് മനസ്സിലായോ മീനു ചേച്ചിക്ക് എന്ന് ചോദിക്കുകയാണ്. അപ്പം മിത്രയെ കാണുമ്പോൾ മീനുവിനും ഒരുപാട് ആശ്വാസം തോന്നുവാണ് കേട്ടോ. അപ്പം മീനു അറിയാത്ത രീതിയിൽ നിൽക്കുകയാണ്. എന്താ നീ എന്തിനാ എനിക്ക് ഉമ്മ തന്നത്, എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് മീനു അപ്പം ചോദിക്കുക. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന മിത്ര തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം അതോടുകൂടി ഇന്നത്തെ കഥയും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.